ഞാൻ നിങ്ങൾ ഇറക്കിയിരിക്കുന്ന ഒരു നോട്ടീസ് കണ്ടു ഇവിടുത്തെ നിങ്ങളുടെ വേറെ സംഘടന ഇത്രയും തമാശക്കാർ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് കാണിച്ചേ. അവര് ചെയ്യാത്ത കാര്യങ്ങൾ 10 കൊല്ലം ചെയ്യാത്ത കാര്യങ്ങൾ ഈ ഇതല്ല ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളുടെ യോഗത്തിൽ. പണ്ട് നമ്മളിതൊക്കെ മറന്നു. അധികാരം കിട്ടിക്കഴിയുമ്പോ മറന്നു പോകും പഴയതൊക്കെ. നമ്മളൊന്നും മറക്കൂല. ഫോട്ടോ വെച്ചേക്കും. ആരും ഉപദ്രവിക്കൊന്നുമില്ല. പക്ഷെ സ്ഥലം മാറ്റമൊക്കെ ഉണ്ടാവും. എൻ്റെ സുഹൃത്തുക്കളെ, ആരെങ്കിലും ഒന്ന് പോയിട്ട് ഇദ്ദേഹത്തോട് പറയണം, താങ്കൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഭരിക്കുന്നതെന്ന് ദയവേത് ഇദ്ദേഹത്തൊന്ന് അറിയിക്കണം. എനിക്ക് മനസ്സിലാവുന്നില്ല. ഇദ്ദേഹം പ്രസംഗിക്കുകയാണ്. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടതുപക്ഷ സംഘടനയുള്ള ഉദ്യോഗസ്ഥന്മാരോട് പറയുകയാണ്, ആരും പേടിക്കണ്ട, നിങ്ങൾക്കൊക്കെ പ്രതികാര നടപടി ഞാൻ എടുക്കും. സാധാരണയായിട്ട് എനിക്കിത് കണ്ടപ്പോഴേക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ദേവാസുരം സിനിമയാണ്. അതിൽ നമ്മുടെ ശേഖരനുണ്ടല്ലോ, മുണ്ടക്കൽ ശേഖരൻ വന്നിട്ട് ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്. അപ്പോൾ മംഗലശ്ശേരി നീലകണ്ഠൻ പറഞ്ഞൊരു മറു ഡയലോഗ് ഉണ്ട്. അതിങ്ങനെയാണ്, വേണമെങ്കിൽ ഒന്ന് കേട്ടോ കൂട്ടാ. ഈ ഡയലോഗ് ഓർമ്മണ്ടാ? കണ്ടില്ലേ? എനിക്കറിയേണ്ടത് ഒന്നേ ഉള്ളൂ, നീല നീ തുടങ്ങിയോ എന്ന്. അപ്പോഴ് നീലകണ്ഠൻ്റെ ഒരു ഡയലോഗ് ഉണ്ട്. അതിങ്ങനെയാ, നോക്കിയേ. കഴിയില്ല, എനിക്കില്ല. ഈ കൈ നിന്റെ നീയായിട്ട് ഓർമ്മിപ്പിക്കരുത്, മുണ്ടക്കൽ ശേഖര കടന്നു പോ എന്ന് പറയുന്നൊരു ഗംഭീര ഡയലോഗുണ്ട്. അങ്ങനത്തെ ഡയലോഗ് പോലൊക്കെ എനിക്ക് തോന്നിപ്പോയി ഏത് കേട്ടപ്പോൾ, ഇദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടപ്പോൾ. എന്റെ പ്രശ്നമാണോ നോക്കട്ടെ. ഈ 2 മാസത്തിനാണ് നമ്മൾ ചെയ്യാത്തത്. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളുടെ യോഗത്തിൽ. പണ്ട് നമ്മളിതൊക്കെ മറന്നു. അധികാരം കിട്ടിക്കഴിയുമ്പോ മറന്നു പോകും പഴയതൊക്കെ. നമ്മളൊന്നും മറക്കൂല. ഫോട്ടോ വെച്ചേക്കും. ആരും ഉപദ്രവിക്കൊന്നുമില്ല. പക്ഷെ സ്ഥലം മാറ്റമൊക്കെ ഉണ്ടാവും. എന്നെ സുഹൃത്തുക്കളെ, ഈ സ്ഥലം മാറ്റം എന്നൊക്കെ പറയുന്നത് ഒരാളുടെ സ്വൈര്യമായിട്ടുള്ള ജീവിതത്തെ പരിപൂർണ്ണമായി തകർക്കുന്ന ഒരു കാര്യമാണ്. സത്യം. എൻ്റെ സുഹൃത്ത് ഇപ്പോൾ സ്ഥലം മാറ്റം കിട്ടിയിട്ട് മലപ്പുറം ജില്ലയിൽ നിന്ന് ഇപ്പോൾ കണ്ണൂർ എങ്ങാണ്ടാണ്. പ്രതികാര നടപടി എന്നൊക്കെ അതിന് വിളിക്കാവോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എങ്കിലും എന്തൊക്കെയാണെങ്കിലും ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഇങ്ങനെയൊക്കെ സംസാരിക്കുമോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടുണ്ടോ? ചിലപ്പോൾ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരൊക്കെ അവർക്ക് ദേഷ്യമുള്ള ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടി കളിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അതൊക്കെ ഇങ്ങനെ പരസ്യമായിട്ട് പറയുമെന്നായിരുന്നു എൻ്റെ സംശയം കേട്ടോ. എൻ്റെ ഒരു ന്യായമായ സംശയമാണ്. പരിഹാസപൂർവ്വമാണ് ഇദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ ഒരു കാര്യം വേണ്ട, ഞാൻ അതിൻ്റെ താഴത്ത് കമൻറ്റുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കി. നമ്മളൊന്നും മറന്നിട്ടില്ല എന്നെ കമൻറ്റുകളാണ് വായിച്ചു നോക്കുമ്പോൾ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഒരാൾ എഴുതിയിരിക്കാനാണ് ഇയാൾ കേരളത്തിന് മുഖ്യമന്ത്രിയാണെന്ന് ഓർമ്മിപ്പിക്കുക ആരെങ്കിലും എന്നാണ്. ശരിയല്ലേ? നിങ്ങൾ നോക്കി നോക്കി, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ കമൻറ്റ് കൃത്യമായിട്ട് ഉണ്ടാവൂല്ലേ? ഇദ്ദേഹം കേരളത്തിന് മുഖ്യമന്ത്രിയാണെന്ന് ആരെങ്കിലും ഒന്ന് ഓർമ്മിപ്പിക്കൂ എന്നാണ് ഒരാൾ എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ ചുമ്മാ നമ്മൾ ഈ കമൻറ്റുകളൊക്കെ വായിക്കുമല്ലോ, കമൻറ്റിലാണല്ലോ ചിലപ്പോൾ ചില ആൾക്കാർ നല്ല തോട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. കുറേ ആളുകൾ VDS എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പച്ച നീലയും ഒക്കെ ഇട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട്. പക്ഷേ ചില ആൾക്ക് പകരം വീട്ടണം എന്നെ പറയുന്നുണ്ട്. ഒരാൾക്ക് ഞങ്ങളും ഒന്നും മറക്കില്ല, അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നന്ന്, ഞങ്ങളും ഭരണത്തിൽ കയറും തിരിച്ച്, ഞങ്ങൾക്ക് കിട്ടിയതെല്ലാം തിരിച്ചു തന്നിരിക്കും. ഇത് എന്തുവാണ് ഇത്? LDF കയറി കഴിഞ്ഞാൽ UDF കാരായിട്ട് പന്ത് കെട്ടി കളിക്കുക.
UDF കയറി കഴിഞ്ഞാൽ LDF കയറിയിട്ട് പന്ത് കളിക്കും. എടാ, LDF UDF എന്ന് പറയുന്ന ആൾക്കാരൊക്കെ മനുഷ്യരാണോ? പച്ച മനുഷ്യരാണ്. അവർക്കെന്താ രാഷ്ട്രീയ ബോധവും മറ്റും ഉണ്ടാവാൻ പാടില്ലേ? ഈ രാഷ്ട്രീയ ബോധത്തിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം നാട്ടിൽ അവർ ഉണ്ടാക്കുന്നുണ്ടോ? ഒരു സംഘടനയിൽ കുറച്ച് പേരുണ്ട്, സോ വാട്ട്? അവര് നോക്ക്, അധ്യാപക സംഘടന, ഈ എന്താണ്, ഈ LDFന്റെ UDFന്റെ BJPയുടെ അധ്യാപക സംഘടന ഉണ്ട്. അത് വെച്ചിട്ട് അവർ ക്ലാസ് എടുക്കാതിരിക്കുന്നുണ്ടോ? അവർ പഠിപ്പിക്കാതിരിക്കുന്നുണ്ടോ? അവരവരെ ജോലിയിൽ എന്തെങ്കിലും കലമ്പവും കാണിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അവർ വൃത്തിയായിട്ട് പിള്ളേരെ പഠിപ്പിക്കാൻ മറ്റൊക്കെ ചെയ്യുന്നില്ലേ? അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെയൊക്കെ പ്രതികാരം നടത്തുക, അയ്യോ, ഞാനതൊക്കെ കേൾക്കുമ്പോൾ ഇതെന്തുവാണ് ഇത്? KGF സിനിമയെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രതികാരം ചെയ്ത് കളിച്ചടക്കാൻ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ഇപ്പൊ എല്ലാവരുടെയും മുഖ്യമന്ത്രിയല്ലേ, അല്ലേ? അദ്ദേഹം, ഞാൻ വോട്ട് ചെയ്തിട്ടില്ല, സത്യമാണ്. ഞാനൊരു എന്താ പറയുക, ഇടതുപക്ഷക്കാരനായതുകൊണ്ട് ഇടതുപക്ഷത്തിനാണ് വോട്ട് ചെയ്തത്. അതുകൊണ്ട് അവർ തോറ്റുപോയി, നല്ല ഭംഗിയായിട്ട് പച്ചയ്ക്ക് തോറ്റു പണ്ടാറടക്കി മൂഞ്ചി പോയിരിക്കുക, നാരണക്കൽ പിടിച്ചിരിക്കുക. ഇതെങ്ങനെയാണ് തോറ്റിയത് പോലും മനസ്സിലാവാതെ കുത്തിയിരിക്കുകയാണ് ഇടതുപക്ഷക്കാര്. ഒക്കെ സമ്മതിക്കുന്നു. പക്ഷേ VD സതീശൻ മേനോൻ പറയുന്നത് എൻ്റെ കൂടി മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ, അത് 100% അംഗീകരിക്കുന്നു. അദ്ദേഹത്തിനോട് അതേ ബഹുമാനത്തോടു കൂടി തന്നെ നമ്മൾ നിൽക്കണം, സംസാരിക്കണം. വേറെന്താ ചെയ്യേണ്ടത്? ഞാൻ BJP എനിക്ക് ഇഷ്ടമല്ല, സത്യമാണ്. പക്ഷേ നരേന്ദ്രമോദി എന്ന് പറയുന്നത് അദ്ദേഹം എൻ്റെയും പ്രധാനമന്ത്രിയാണ്. എൻ്റെ പ്രധാനമന്ത്രിയാണ്. നമ്മൾ ആ സീറ്റിനെയാണ് ബഹുമാനിക്കുന്നത്. ആ സീറ്റിൽ പോയിരിക്കുന്ന ആരെയും ബഹുമാനിച്ച് വെക്കൂ, അല്ലേ? ഇവിടെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഇപ്പോൾ VD സതീശൻ മേനോനാണ്. അദ്ദേഹത്തെ ബഹുമാനിച്ച് വെക്കൂ. പക്ഷെ അദ്ദേഹം വന്നിട്ട് ഈ ജനങ്ങളോട് പറയാണ്, ഒരു വിഭാഗം ജനങ്ങൾ നിങ്ങൾ വേറെ പാർട്ടിക്കാരാണ്, നിങ്ങൾക്കൊക്കെ ഞാൻ തരുന്നിട്ടാ, നിങ്ങളൊക്കെ കരുതിയിരുന്നോ, 8ന്റെ പണി വരേണ്ട സ്ഥലം മാറ്റമൊക്കെ ഉണ്ടാവും കേട്ടാ, കരുതിയിരുന്നു എന്ന് പറയുമ്പോൾ കുറെ പേര് കൈയടിക്കുമെന്നവരാരാ? ആരായിരിക്കും? UDFകാരായിരിക്കും അല്ലേ? ഇതെന്തുപാടെ തൊട്ടപ്പുറത്തിരിക്കുന്ന സുഹൃത്തിന് ഇതിന് സ്ഥലമാറ്റം കിട്ടാൻ പോകുന്നു, അതിന്റെ ഭാഗമായിട്ട് എന്തുണ്ടാവും? വേറെ സ്ഥലത്തേക്ക് പോകണം. എൻ്റെ സുഹൃത്തിന്റെ കഥ പറയുകയാണെങ്കിൽ, അവനെ കാസർഗോഡ് ഇട്ടിരിക്കുന്നത്, വൈഫാണെങ്കിൽ മലപ്പുറത്ത് അവിടെ ജോലി ചെയ്യുന്നത്, ഒരു മോളുണ്ട്. അമ്മയ്ക്കും അച്ഛനും നിന്നും അത്യാവശ്യം പ്രായമായ ആളുകളാണ്. എന്ത് ചെയ്യോടെ? ഇവര് ഓരോ ഞായറാഴ്ച അങ്ങോട്ടും ഇങ്ങോട്ടും പായാണ്. ഒരു കുടുംബം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതാണ്ട് തരിപ്പണാക്കില്ല സത്യം പറഞ്ഞ ഈ ഉദ്യോഗസ്ഥ ഈ പ്രതികാര നടപടിയുടെ ഭാഗമായിട്ട്. ഇത് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്ന എത്ര ഉദ്യോഗസ്ഥന്മാർ ഇതൊക്കെ അനുഭവിക്കുന്നുണ്ടെന്ന് അറിയില്ല. എന്തൊക്കെയായാലും ഇത് ഭയങ്കര കഷ്ടമാണ് കേട്ടോ, ഭയങ്കര കഷ്ടമായിട്ട് എനിക്ക് തോന്നുന്നു. സങ്കടം തോന്നിപ്പോകുന്നു, ഇല്ലയോ? അയ്യോ, എന്താ സുഹൃത്തുക്കളെ, ബൊബായ്, ഞാൻ നിർത്തട്ടെ.